ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫാക്ടേഴ്സ് അവറ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ആണ് പഠിച്ചത്. നിങ്ങൾ ഗ്രാഫൊക്കെ വരച്ചെല്ലാവരും ഗ്രാഫൊക്കെ ക്ലിയർ ആയിരുന്നോ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. നോട്ടിലോട്ട് വരയ്ക്കണം. അതല്ലേ ഞാൻ അന്നേ പറഞ്ഞു, എന്ത് ഗ്രാഫ് വരച്ചാലേ കുറച്ചും കൂടി വ്യക്തമാവും എന്ന് പറഞ്ഞേ. അതിനല്ല ഗ്രാഫ് സെൻഡ് ചെയ്ത് വരച്ചില്ല ആരും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ വരയ്ക്കാം, എങ്കിലേ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവുള്ളൂ. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങിലെ ലാസ്റ്റത്തെ ഫാക്ടറാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇഫക്റ്റ് ഓഫ് ടൈം, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ വരെയാണ് പറഞ്ഞത്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ വരെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലാസ്റ്റത്തെ ഫാക്ടർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ലാസ്റ്റത്തെ ഫാക്ടർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്താന്ന് നോക്കാം. അതിനൊരു ഗ്രാഫും ഉണ്ട്, അതിന് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനും വരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യും, നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എഴുതിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, എന്താ നോക്കാം. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻ ദാറ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. അറ്റ് എ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ the initial velocity of an enzyme catalyzed reaction is proportional to the substrate concentration. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുമ്പോൾ, ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ ഈ വെലോസിറ്റി, ഓക്കെ, അതായത് വെലോസിറ്റി ഓഫ് എൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ, അതായത് ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി, അതായത് എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ, അതായത് എൻസൈം നിർവഹിക്കുന്ന ആ ഒരു റിയാക്ഷന്റെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി മീൻസ് പ്രാരംഭ ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആ ഒരു വെലോസിറ്റി, ഓക്കെ, ആ ഒരു വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായിട്ട് നേരനുപാതത്തിലായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ എന്താണ്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം. ഓക്കെ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്റ്റേജിൽ, കുറഞ്ഞ അളവിൽ ഈ എൻസൈം റിയാക്ഷന്റെ വെലോസിറ്റി, എൻസൈം റിയാക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി മീൻസ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രാരംഭ ഘട്ടത്തിലുള്ള വെലോസിറ്റിയും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, മീൻസ് അനുപാതത്തിലായിരിക്കും, നേരനുപാതത്തിലായിരിക്കും. ക്ലിയർ ആയോ? എന്നിട്ട് വായിക്കാം. അറ്റ് എ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ the initial velocity of an enzyme catalyzed reaction is proportional to the substrate concentration. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുന്ന, അറ്റ് എ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ അളവിലിരിക്കുമ്പോൾ ഈ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ, അതായത് എൻസൈം നിർവഹിക്കുന്ന ആ ഒരു റിയാക്ഷൻ ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആയിട്ട്, ആ എൻസൈം റിയാക്ഷന്റെ വെലോസിറ്റി, അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം, ഓക്കെ, അതായത് എൻസൈം ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ എൻസൈം റിയാക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി മീൻസ് പ്രാരംഭ ഘട്ടത്തിലുള്ള ആ വെലോസിറ്റിയും സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും നേർ അനുപാതത്തിലായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് അറ്റ് എ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ അളവിലായിരിക്കുമ്പോൾ ആ റിയാക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും അതുപോലെ തന്നെ ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും നേർ അനുപാതത്തിലായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Okay. In continuation, however, as the substrate concentration is increased, the initial velocity increases less at it's no longer proportional to the substrate concentration. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റിയിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, വെലോസിറ്റി ഇൻക്രീസസ് ലെസ്, ഇനിഷ്യൽ വെലോസിറ്റി എന്താകും, കുറച്ച് കൂടും. ഓക്കെ, ഇറ്റ് ഈസ് നോ ലോങ്ങർ പ്രൊപ്പോർഷണൽ ടു ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ എന്താണ്, ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായിട്ട് ഈ ഇനിഷ്യൽ വെലോസിറ്റി എന്താ പറയാ, പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, നേർ അനുപാതത്തിലായിരിക്കില്ല, എങ്കിലും അടുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. however as the substrate concentration is increased, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ the initial velocity increases less as it no longer proportional to the substrate concentration. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും കുറഞ്ഞ അളവിൽ കൂടും. ഓക്കെ, അങ്ങനെ കൂടുന്നത് കൊണ്ട് ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായിട്ട്
എന്താ പറയാ അധികം അടുത്ത് അനുപാതത്തിൽ വരാൻ സാധിക്കില്ല, അധികം പ്രൊപ്പോർഷണൽ ആയിട്ട് വരാൻ സാധിക്കില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താകും? കുറഞ്ഞ അളവിൽ കൂടും. ഓക്കെ, അങ്ങനെ കുറഞ്ഞ അളവിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഈ വെലോസിറ്റിയും നേർ അനുപാതത്തിൽ വരില്ല, കുറച്ച് വേരിയേഷൻ വരും. ഓക്കെ, ക്ലിയർ ആയോ? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ അളവിലായിരിക്കുമ്പോൾ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും നേർ അനുപാതത്തിലാണ്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുമ്പോൾ, കുറവായിരിക്കുമ്പോൾ ആ റിയാക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ എന്താണ്? ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ വെലോസിറ്റിയിലും ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്താകും? ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വെലോസിറ്റിയും തമ്മിൽ ചെറിയൊരു എന്താ പറയാ വ്യത്യാസം വരും, ചേഞ്ച് വരും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, കുറച്ചൊരു വേരിയേഷൻ വരും. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്ക് ഗ്രാഫ് കാണുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാകും. Next, with a further increase in the substrate concentration and the velocity assumes a constant rate as a result of enzyme being saturated with its substrate. അതായത് പിന്നെയും ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ചിട്ട് വെലോസിറ്റി എന്താകും? വെലോസിറ്റിയിലും ഇതിന്റെ ആ ഒരു കോൺസ്റ്റന്റ് റേറ്റിലോട്ടും വ്യത്യാസം വരും. ഓക്കെ, ആൻഡ് ദ വെലോസിറ്റി അസ്യൂംസ് എ കോൺസ്റ്റന്റ് റേറ്റ് as a result of enzyme being saturated with its substrate. അതായത് ഈ എന്താ പറയാ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പിന്നെയും കൂടും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് റേറ്റിലോട്ട് എത്തുകയാണ്. ഒരു കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള ഒരു റേറ്റിൽ എത്തും. ആ ഒരു റേറ്റിൽ എത്തുമ്പോൾ ഈ എൻസൈമിന്റെ അതിന്റെ ഭാഗമായിട്ട്, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ വെലോസിറ്റി എത്തുന്നതിന്റെ ഭാഗമായിട്ട്, അതിന്റെ റിസൾട്ട് ആയിട്ട് എൻസൈം ബീങ് സാച്ചുറേറ്റഡ് വിത്ത് ഇറ്റ്സ് സബ്സ്ട്രേറ്റ്. അതായത് എൻസൈം എന്താകും? ആ സബ്സ്ട്രേറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് സാച്ചുറേഷൻ നടക്കും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അലിഞ്ഞു പോകുക അല്ലെങ്കിൽ വ്യാപിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, ഇനി സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരും. ഓക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് വ്യാപിക്കും. ക്ലിയർ ആയോ? അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടി വെലോസിറ്റി എന്താകും? ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ എത്തും. ഓക്കെ, അങ്ങനെ കോൺസ്റ്റന്റ് റേറ്റിൽ എത്തുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് എൻസൈം എന്താകും? ഈ സബ്സ്ട്രേറ്റ് അതിന്റെ സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകും. ഓക്കെ, എൻസൈം ബീങ് സാച്ചുറേറ്റഡ് വിത്ത് ഇറ്റ്സ് സബ്സ്ട്രേറ്റ്. ക്ലിയർ ആയോ? Is it clear? Okay. With a further increase in the substrate concentration, പിന്നെയും ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ വെലോസിറ്റി എന്താകും? ഒരു കോൺസ്റ്റന്റ് റേറ്റിലോട്ട് എത്തും. ഓക്കെ, ആൻഡ് ദ വെലോസിറ്റി അസ്യൂംസ് എ കോൺസ്റ്റന്റ് റേറ്റ്. വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് റേറ്റിലോട്ട് എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ എൻസൈം എന്താകും? സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകും. എൻസൈം അതിന്റെ ആ ഒരു സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകും. മീൻസ് കൂടിച്ചേരും അല്ലെങ്കിൽ അതുമായിട്ട് വ്യാപിക്കും എന്നുള്ള അർത്ഥം. Is it clear? Okay. Next point. It was Michaelis and Menden who suggested an explanation for these findings by postulating that at low substrate concentrations, the enzyme is not saturated with the substrate and the reaction is not proceeding at a maximum velocity. Whereas when the enzyme is saturated with the substrate, the maximum velocity is observed. Okay, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ എൻസൈം റിയാക്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് മൈക്കേലിയൻ ആൻഡ് മെൻഡൻ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകളാണ്. ഓക്കെ, ആ സയന്റിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ അതായത് ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആയിരിക്കുമ്പോൾ, മീൻസ് കുറഞ്ഞ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ ദ എൻസൈം ഈസ് നോട്ട് സാച്ചുറേറ്റഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, അതായത് കുറഞ്ഞ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലായിരിക്കുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നില്ല. ഓക്കെ, ആൻഡ് ദ റിയാക്ഷൻ ഈസ് നോട്ട് പ്രൊസീഡിങ് അറ്റ് മാക്സിമം വെലോസിറ്റി.
അതായത് എന്തുകൊണ്ടാണ് റിയാക്ഷൻ നടക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വെലോസിറ്റി എത്തുന്നില്ല. ദ റിയാക്ഷൻ ഈസ് നോട്ട് പ്രൊസീഡിങ് മാക്സിമം വെലോസിറ്റി. അതായത് റിയാക്ഷൻ ഈ മാക്സിമം വെലോസിറ്റി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് റിയാക്ഷൻ നടക്കാത്തത്, പ്രവർത്തിക്കാത്തത്. Then whereas when the enzyme is saturated with the substrate, the maximum velocity is observed. അതായത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് എപ്പോഴാണോ സാച്ചുറേറ്റഡ് ആകുന്നത് അവിടെ നമുക്ക് മാക്സിമം വെലോസിറ്റി നിരീക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ മാക്സിമം വെലോസിറ്റി ഉണ്ടാകും. മാക്സിമം വെലോസിറ്റിയിൽ എത്തുമ്പോഴാണ് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. It was Michaelis and Menden who suggested an explanation for these findings by postulating that at low substrate concentrations. അതായത് ഈ മൈക്കലിസും മെൻഡൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാർ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സങ്കല്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ അളവിലാണെങ്കിൽ എൻസൈം എന്താണ് സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നില്ല. ഓക്കെ, അവിടെ മാക്സിമം വെലോസിറ്റി ഇല്ല, പ്രവർത്തിക്കുന്നില്ല. മാക്സിമം വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ പ്രവർത്തനം നടക്കുന്നില്ല, റിയാക്ഷൻ നടക്കുന്നില്ല. പക്ഷെ എവിടെയാണോ ഈ എൻസൈം അതായത് ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകുന്നത് അവിടെ മാക്സിമം വെലോസിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. മീൻസ് മാക്സിമം വെലോസിറ്റിയിലാണ് ഈ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ എൻസൈമും സബ്സ്ട്രേറ്റും കൂടിച്ചേരുന്നത്. ക്ലിയർ ആയോ? വെലോസിറ്റി മാക്സിമം ആയിരിക്കുന്ന സ്റ്റേജിലാണ് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടി പറയാം. അതായത് the enzyme is not saturated with the substrate and the reaction is not proceeding at maximum velocity, whereas when the enzyme is saturated with the substrate the maximum velocity is observed. അതായത് ഈ മൈക്കലിസ് മെൻഡൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാർ അവരുടെ കാഴ്ചപ്പാടില് അവരെത്തിയിരിക്കുന്ന ഒരു ഫൈൻഡിങ്സ് കണ്ടുപിടുത്തുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുമ്പോൾ, കുറവായിരിക്കുമ്പോൾ എൻസൈം ഈസ് നോട്ട് സാച്ചുറേറ്റഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. എൻസൈം എന്താ പറയുക സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകുന്നില്ല ലോ കോൺസെൻട്രേഷനിലായിരിക്കുമ്പോൾ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുമ്പോൾ എൻസൈംസ് സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകുന്നില്ല. And the reaction is not proceeding at maximum velocity. അവിടെ എന്താണ് മാക്സിമം വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് റിയാക്ഷൻ നടക്കാത്തത് അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തത്. Then whereas when the enzyme is saturated with the substrate, maximum velocity is observed. അത് എവിടെയാണോ നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ആകുന്നത് അവിടെ നമുക്ക് മാക്സിമം വെലോസിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കും. ക്ലിയർ ആയോ? Okay. Next point, the enzyme combines with the substrate to form an enzyme substrate complex, and the rate of decomposition of the substrate is proportional to the enzyme substrate complex. അതായത് എൻസൈം എന്താണ് കമ്പൈൻ വിത്ത് ദ സബ്സ്ട്രേറ്റ്. എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരുന്നു. നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷനിൽ പഠിച്ചു E+S, അതായത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരുകയാണ്. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് രൂപം കൊണ്ടു. And the rate of decomposition of the substrate is proportional to the enzyme substrate complex. അതായത് ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ വിഘടനം. സബ്സ്ട്രേറ്റ് വിഘടിക്കുന്നു, മീൻസ് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. ആ ഒരു റേറ്റും അതായത് സബ്സ്ട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റേറ്റും അതുപോലെ തന്നെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നേർ അനുപാതത്തിലായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് രൂപം കൊള്ളുന്നതും അതുപോലെ തന്നെ ഈ സബ്സ്ട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റേറ്റും അനുപാതത്തിലായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദ എൻസൈം കമ്പൈൻസ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് രൂപം കൊള്ളും. Then and the rate of decomposition of the substrate, അതായത് സബ്സ്ട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് മീൻസ് വിഘടിക്കുന്ന ആ ഒരു റേറ്റും അതുപോലെ തന്നെ is proportional to the enzyme substrate complex.
അത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സബ്സ്ട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ റേറ്റും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും നേർ അനുപാതത്തിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. Is it clear? Clear ആയോ? Okay. Okay, next point. The velocity of the reaction at this high substrate concentration is termed as maximum velocity. അതായത് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലുള്ള ആ റിയാക്ഷന്റെ വെലോസിറ്റിനെ മാക്സിമം വെലോസിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് ഹൈ കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റിന്റെ ഹൈ കോൺസെൻട്രേഷനിലുള്ള വെലോസിറ്റിനെ, ഓക്കെ, ആ റിയാക്ഷനുള്ള വെലോസിറ്റിനെ നമ്മൾ Vmax അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി എന്ന് വിളിക്കുന്നു. മാക്സിമം വെലോസിറ്റിന്റെ ബ്രാക്കറ്റിൽ Vmax, ക്യാപിറ്റൽ ലെറ്റർ V ആൻഡ് മാക്സ് എന്ന് എഴുതാം. ഓക്കെ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് നിങ്ങൾ നോട്ടിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് the velocity of the reaction at this high substrate concentration is termed as maximum velocity. അതായത് ഹൈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലുള്ള ആ ഒരു റിയാക്ഷന്റെ വെലോസിറ്റിനെ മാക്സിമം വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. Vmax എന്ന് വിളിക്കുന്നു. Is it clear? Clear ആയോ? Okay. Next point. The substrate concentration at which the velocity is half of the maximum velocity is called Michaelis constant. അതായത് the substrate concentration at which the velocity is half, അതായത് maximum velocity യിൽ നിന്ന് half of the maximum velocity, അതായത് maximum velocity നെ Vmax എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിന്റെ ഹാഫിനെ Michaelis constant എന്ന് വിളിക്കുന്നു. ഓക്കെ, half of the maximum velocity നെ Michaelis constant എന്ന് വിളിക്കുന്നു. അതിന്റെ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ K, സ്മോൾ ലെറ്റർ M, Km എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. The substrate concentration at which the velocity is half of the maximum velocity is called Michaelis constant. അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ ആ ഒരു വെലോസിറ്റി, അതായത് മാക്സിമം വെലോസിറ്റി Vmaxന്റെ ഹാഫിനെയാണ് Michaelis constant എന്ന് വിളിക്കുന്നത്. ഓക്കെ, Vmaxന്റെ അതായത് മാക്സിമം വെലോസിറ്റിന്റെ ഹാഫ് വെലോസിറ്റിനെയാണ് Michaelis constant എന്ന് പറയുന്നത്, Km എന്ന് വിളിക്കുന്നത്. Is it clear? Clear ആയോ? ഓക്കെ, ഇത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ജസ്റ്റ് അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ജസ്റ്റ് അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ കൂടി നിങ്ങൾ എഴുതി വെക്കുക, ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. Is it clear? Clear ആയോ? ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ യൂണിറ്റ് 3 കവർ. ഓക്കെ, എക്സാം എന്നാ വേണ്ടേ? യൂണിറ്റ് 3ന്റെ എക്സാം എന്നാ വേണ്ടേ? Please give response. മൺഡേ നിങ്ങൾക്ക് ഫാർമസിന്റെ എക്സാം വന്നിട്ടുണ്ട്, ഫാർമക്കോളജിന്റെ എക്സാം വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ വേണ്ടേ? യൂണിറ്റ് 3 ആകെ കുറച്ചല്ലേ ഉള്ളൂ, എന്നാ വേണ്ടേ? അത് കഴിഞ്ഞിട്ട് മതിയോ? ഇങ്ങനെ മതി. ഓക്കെ ഓക്കെ, എങ്കിലും അടുത്ത ഫ്രൈഡേ ആക്കാം അല്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് മൺഡേ ഫാർമക്കോളജി, നെക്സ്റ്റ് ഫ്രൈഡേ ബയോകെമിസ്ട്രി. ഇറ്റ്സ് ക്ലിയർ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 4 പോകാം. ഓക്കെ, ഹെഡിങ് യൂണിറ്റ് 4 എന്ന് കൊടുക്കാം. ഇൻ ദാറ്റ് ഹെഡിങ് കൊടുക്കാം ബ്രീഫ് കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് പ്രോട്ടീൻസ്. ബ്രീഫ് കെമിസ്ട്രി ആൻഡ് റോൾ ഓഫ് പ്രോട്ടീൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം.
Okay, in that point wise ആണ് പറയുന്നത്. First point, the word protein is derived from the Greek word proteos, which means primary. Okay, അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രോട്ടീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഓക്കെ, അതായത് ഗ്രീക്ക് വേർഡ് പ്രോട്ടിയോസ്. ഓക്കെ, പ്രോട്ടിയോസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. പ്രോട്ടിയോസ് മീൻസ് പ്രൈമറി, which means primary. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട. ഓക്കെ, എന്നിട്ട് പറയാം, the word protein is derived from the Greek word proteos, which means primary. Is it clear? Clear ആയോ? Okay, then second point, proteins are high molecular weight substances. Okay, proteins പറഞ്ഞെങ്കിൽ high molecular weight substances ആണ്. Okay, molecular weight കൂടുതലുള്ള substances ആണ് ഈ proteins. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Proteins are high molecular weight substances. Next point, protein molecules contain polypeptide chains made from sequence of the 20 amino acids. These amino acids are linked together by a peptide bond. Okay, അതായത് പ്രോട്ടീൻ മോളിക്യൂൾസിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? പോളിപെപ്റ്റൈഡ് ആയിട്ടുള്ള ചെയിൻസ് അടങ്ങിയിട്ടുണ്ട്. പോളിപെപ്റ്റൈഡ് ചെയിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് നിർമ്മിച്ചിരിക്കുന്നത് 20 അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് കൊണ്ടാണ്. ഓക്കെ, 20 അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് എന്ന ഒരു ശ്രേണി. ഓക്കെ, 20 അമിനോ ആസിഡ്സിന്റെ ശ്രേണി ഉപയോഗിച്ചിട്ടാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ പ്രോട്ടീൻ മോളിക്യൂളിലാണ് അടങ്ങിയിരിക്കുന്നത്. Then this amino acids are linked together by a peptide bond. അതായത് ഈ അമിനോ ആസിഡ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്, ലിങ്ക് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. പ്രോട്ടീൻ മോളിക്യൂൾസ് contain polypeptide chains made from sequence of the 20 amino acids. These amino acids are linked together by a peptide bond. അതായത് പ്രോട്ടീൻ മോളിക്യൂൾസിൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് നിർമ്മിച്ചിരിക്കുന്നത് 20 അമിനോ ആസിഡ്സിന്റെ സീക്വൻസസ് ഉപയോഗിച്ചിട്ടാണ്, മീൻസ് ശ്രേണി ഉപയോഗിച്ചിട്ടാണ്. Then these amino acids are linked together by a peptide bond. അതായത് ഈ അമിനോ ആസിഡ്സ് പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ്. Is it clear? Okay, next point, the peptide linkage is formed between two amino acids by the release of one water molecule. Okay, അതായത് ഈ പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെങ്കിൽ ഈ പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് വൺ വാട്ടർ മോളിക്യൂൾസ്, അതായത് വൺ വാട്ടർ മോളിക്യൂൾസ് റിലീസ് ആകുന്നത് വഴിയാണ്. ഓക്കെ, വൺ വാട്ടർ മോളിക്യൂൾസിന്റെ റിലീസ്, ഓക്കെ, അതിന്റെ ഒരു പുറന്തള്ളൽ, അതിന്റെ ഒരു ഉൽപാദനം വഴിയാണ് ഈ രണ്ട് അമിനോ ആസിഡ്സിനിടയിൽ ഈ പെപ്റ്റൈഡ് ലിങ്കേജ് രൂപം കൊള്ളുന്നത്. ഓക്കെ, the peptide linkage is formed between two amino acids by the release of one water molecules. അതായത് രണ്ട് അമിനോ ആസിഡ്സിനിടയിൽ ഈ പെപ്റ്റൈഡ് ലിങ്കേജ് രൂപം കൊള്ളുന്നത് വൺ വാട്ടർ മോളിക്യൂളിന്റെ റിലീസോടെയാണ്. Is it clear? Clear ആയോ? Okay. Next point, protein function is depend on its tertiary structure. Proteins tend to fold into three-dimensional structures because of the sequence of amino acids. Okay, അതായത് പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ, പ്രോട്ടീൻസിന്റെ ധർമ്മം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേർഷ്യറി ആയിട്ടുള്ള സ്ട്രക്ചറിനെ, ഓക്കെ, അതിന്റെ ടേർഷ്യറി സ്ട്രക്ചറിനെ, അതിന്റെ രൂപത്തെ ആശ്രയിച്ചിരിക്കും അതിന്റെ ധർമ്മം. Then proteins tend to fold into three-dimensional structures. പ്രോട്ടീൻസ് എന്താ പറയാ, ഒരു 3-dimensional സ്ട്രക്ചേഴ്സിലോട്ടാണ്, എന്താ പറയാ, ആ ഒരു രൂപത്തിലോട്ടാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് മടങ്ങിയിരിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് ടെൻഡ് ടു ഫോൾഡ് ഇൻ ടു 3-dimensional structures. ഓക്കെ, അതായത് പ്രോട്ടീൻസ് ഒരു രൂപമാണ് പറയുന്നത്, ഒരു 3-dimensional സ്ട്രക്ചറിലാണ് അത് ഇരിക്കുന്നത്.
Okay, because of the sequence of amino acids. അങ്ങനെ 3 dimensionൽ ഇരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അമിനോ ആസിഡ്സിന്റെ ശ്രേണികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊരു 3 dimensional സ്ട്രക്ചറിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു ടെർഷ്യറി സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഫംഗ്ഷൻ ആശ്രയിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻ ഫംഗ്ഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ടെർഷ്യറി സ്ട്രക്ചർ. Then proteins tend to fold into 3-dimensional structures because of the sequence of amino acids. അതായത് പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ അതിന്റെ ടെർഷ്യറി സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്, ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, പ്രോട്ടീൻസ് ഒരു 3-dimensional സ്ട്രക്ചേഴ്സിലായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3-dimensional സ്ട്രക്ചറിന്റെ രൂപത്തിലോട്ടാണ് മടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് ആണ് കാരണം. സീക്വൻസ് ഓഫ് ദി അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് ഇതൊരു 3-dimensional ഫോമിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. Next point. Proteins also contain functional groups from each amino acid. These groups are reactive and also contribute to protein function. അതായത് പ്രോട്ടീൻസിലെ അമിനോ ആസിഡ്സിനെ കൂടാതെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സും അമിനോ ആസിഡ്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സും മീൻസ് അതിന്റെ സബ് ഗ്രൂപ്പ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ്സ് റിയാക്റ്റീവ് ആവുകയും, അതായത് പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ആകുമ്പോൾ റിയാക്റ്റീവ് ആകും. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പുനഃപ്രവർത്തിക്കും, പിന്നെയും പ്രവർത്തിക്കും, എന്നിട്ട് എന്താ പറയുക പ്രോട്ടീൻ ഫംഗ്ഷനുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മീൻസ് അതുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. പ്രോട്ടീന്റെ ഫംഗ്ഷൻ നിർവഹിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതായത് അമിനോ ആസിഡ്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സും പ്രോട്ടീന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടീൻ ഓൾസോ കണ്ടെയ്ൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് ഫ്രം ഈച്ച് അമിനോ ആസിഡ്സ്. അതായത് ഓരോ അമിനോ ആസിഡ്സിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്സും ഈ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഗ്രൂപ്പ്സ് ആർ റിയാക്റ്റീവ്. ഈ ഗ്രൂപ്പ്സ് റിയാക്റ്റീവ് ആകും, പുനർപ്രവർത്തിക്കും. ആൻഡ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു പ്രോട്ടീൻ ഫംഗ്ഷൻ. അങ്ങനെ അത് പുനഃപ്രവർത്തിച്ചിട്ട് പ്രോട്ടീൻ ഫംഗ്ഷനുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. Is it clear? ക്ലിയർ ആയോ? Okay. Proteins also contain functional groups from each amino acid. അതായത് അമിനോ ആസിഡിന്റെ ഓരോ അമിനോ ആസിഡിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ അമിനോ ആസിഡ്സിന്റെയും സബ് ഗ്രൂപ്പ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഈ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഗ്രൂപ്പ്സ് എന്താകും? റിയാക്റ്റീവ് ആകും, പുനഃപ്രവർത്തിക്കും. ഓക്കെ, അങ്ങനെ പ്രവർത്തിച്ചിട്ട് ആ ഒരു പ്രവർത്തനം പ്രോട്ടീന്റെ ഫംഗ്ഷനുമായിട്ട് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്, മീൻസ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ പ്രോട്ടീന്റെ ധർമ്മത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സും. Is it clear? Okay. Next point. Proteins can be rigid or flexible. അതായത് പ്രോട്ടീൻസ് ഒന്നെങ്കിൽ റിജിഡ് ആകാം, കട്ടിയുള്ളതാകാം, or flexible അല്ലെങ്കിൽ വളയുന്ന രീതിയിലുള്ളതും ആകാം. ഒന്നെങ്കിൽ വളരെ കട്ടിയായിട്ട് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ആയിരിക്കാം. Proteins can be rigid or flexible. Is it clear? Okay. Next point. They are the most important of the biologic substances, being the fundamental constituent of cell cytoplasm. അതായത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ സബ്സ്റ്റൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. Okay, they are the most important of the biologic substances. Okay, ജൈവികപരമായ ഘടകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പ്രോട്ടീനും. Okay, being the fundamental constituents of the cell cytoplasm. സെൽ സൈറ്റോപ്ലാസത്തിലെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് ഈ പ്രോട്ടീനും. Okay, അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. They are the most important of the biologic substances, being the fundamental constituents of the cell cytoplasm. അതായത് ജൈവിക ഘടകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പ്രോട്ടീൻ. ഇത് സെൽ സൈറ്റോപ്ലാസത്തിലെ ഒരു അടിസ്ഥാന ഘടകം തന്നെ ആണ്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ഹെഡിങ് ബയോമെഡിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. അത് നാളെ എടുക്കാം.
ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷെമീന, സബ്സ്ട്രേറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പറ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ. 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 യെസ്. 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 ഓക്കെ. 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 ഓക്കെ, ഗുഡ്. ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.